ഇപ്പോൾ സംവിധായകൻ വിനയൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വിനയൻ, എങ്ങനെയാണ് രഞ്ജിത്തിന്റെയും അമ്മ ജനറൽ സെക്രട്ടറിയുടെയും രാജികളെ താങ്കൾ കാണുന്നത്? ഗവേഷ ഇത് ഒരു ഒരു എന്താ പറയാ, ഒരു വലിയ പൊസിഷനിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഉള്ള ആരോപണങ്ങൾ വരുമ്പം, ഇപ്പം സിദ്ദീഖിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം രാജിവെച്ചത് നന്നായി പോയി. അദ്ദേഹം അത് ചെയ്യേണ്ടതായിരുന്നു. മറിച്ച് രഞ്ജിത്തിന്റെ ഒരു കാര്യത്തിലൂടെ വരുമ്പോൾ ഞാൻ പറയുന്ന ആ രാജി അനിവാര്യതയാണെന്ന് ഒരു വാക്കുകൂടെ ഞാൻ ചേർക്കും. കാരണം രഞ്ജിത്ത് രഞ്ജിത്തിന്റെ സുഹൃത്താണ്. ഞങ്ങൾ തമ്മിൽ സംഘടനാ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നുള്ളത് സത്യമാണ്. മാക്ട ഫെഡറേഷൻ ഫണ്ട് തകർക്കാനായിട്ട് ഏറ്റവും മുന്നിൽ നിന്ന ആളാണ്. അതൊക്കെ ഞാൻ ഒരു സ്പോർട്സ് വൺ സ്പിരിറ്റ് ആയിട്ട് എടുത്തിരുന്നുള്ളൂ. പക്ഷേ രഞ്ജിത്ത് അക്കാഡമിക് ചെയർമാന്റെ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് നിഷ്പക്ഷനായിട്ട് പെരുമാറാൻ കഴിയാത്ത ഒരാളായിരുന്നു. ഇപ്പൊ ഇതൊരു സ്ത്രീ വിഷയമാണ്, വളരെ സീരിയസ് ആണ്. മറിച്ച് ഇതിലും സീരിയസ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയും, കഴിഞ്ഞ വർഷം ഞാൻ അദ്ദേഹത്തിനെതിരെ ബഹുമാനായ മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും ഒരു പരാതി കൊടുത്തിരുന്നു. കാരണം അദ്ദേഹം ഈ അവാർഡൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന അക്കാഡമിയുടെ ചെയർമാൻ സ്ഥാനത്തിരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം എൻ്റെ ഒരു ചിത്രം ചെന്നപ്പോൾ അത് ചവറുപടമാണ്, അതിനെ എടുക്കണ്ട എന്ന് പറഞ്ഞത് ഞാനല്ല. ഞാനത് പറയാൻ കാര്യം, അന്നത്തെ ജൂറി മെമ്പറായ നേമം പുഷ്പരാജും നമ്മുടെ ഗായിക ജിൻസിയും കൂടി അവരുടേതായ രീതിയിൽ വന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇങ്ങനെ ഇദ്ദേഹം പറഞ്ഞിരുന്നു. അത് വളരെ വളരെ തെറ്റായ ഒരു 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 കാര്യമായിരുന്നു. നീതി ഇല്ലായ്മ അല്ലെങ്കിൽ നിഷ്പക്ഷത ഇല്ലായ്മ ഒരു അക്കാഡമിയിൽ ചെയർമാൻ ആയിരിക്കുമ്പോൾ നടന്നു എന്നുള്ളത് ഞാനപ്പോൾ ആ പരാതി കൊടുത്തിട്ട് ഇവരുടെ അടുത്ത് ചവിറ്റുകൊട്ടയിടുകയായിരുന്നു. എന്ന് മാത്രമല്ല, ഞാനല്ല പറഞ്ഞത്, ഈ ജൂറി മെമ്പർമാർ പറഞ്ഞിട്ട് ഇദ്ദേഹം എന്ന് പറഞ്ഞത്, നമ്മുടെ ബഹുമാനായ സജി ചെറിയാൻ പറഞ്ഞത് ഇതൊരു അദ്ദേഹം ഒരു ഇതിഹാസമാണ്, അദ്ദേഹം വിനയം പറയുന്നത് ഒരു കാര്യമില്ല എന്നാ പറഞ്ഞത്. അപ്പൊ എനിക്ക് തോന്നുന്നത് സജി ചെറിയാന്റെ പ്രൊട്ടക്ഷനിലാണ് രഞ്ജിത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഇത് സജി ചെറിയാൻ എന്ന് പറയുന്ന സാംസ്കാരിക മന്ത്രിക്ക് കിട്ടിയ ഒരു തിരിച്ചടികൂടാണ് ഈ രാജി എന്നാണ് എന്റെ അഭിപ്രായം. ശ്രീ വിനയൻ, ഈ പവർ ഗ്രൂപ്പ് പൊളിയുന്നതിന്റെ ലക്ഷണങ്ങളാണോ ഈ കാണുന്നത്? പവർ ഗ്രൂപ്പ് കുറച്ചൊക്കെ പൊളിഞ്ഞേക്കും. നമ്മൾ പറയത്തില്ലേ, പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടൊക്കെ ഗവേഷണം അറിയാമല്ലോ, ഈ മാക്ടയൊക്കെ തകർത്ത സമയത്ത് എന്നെ ഒരു പരിപാടിക്ക് ഏതെങ്കിലും നിങ്ങളൊരു ഫംഗ്ഷൻ വെച്ചാൽ അവരൊക്കെ വരുന്ന ഫംഗ്ഷൻ ഞാനുണ്ടെങ്കിൽ ഞാൻ കാണില്ലായിരുന്നു. എന്നെ നിങ്ങൾ മാറ്റും. കാരണം ഞാനുണ്ടെങ്കിൽ അവർ വരില്ല. എത്രയോ ഇൻസിഡന്റ് എനിക്കറിയാം. എനിക്കെതിരെ ഒരു പത്രസമ്മേളനം നടത്തിയാൽ ഈ ഫെഫ്ക നേതാക്കന്മാർ 25,000 രൂപ വരെ കൊടുക്കാന്ന് പറഞ്ഞ ഇൻസിഡന്റ് എന്നോട് ചില സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെ മലയാള സിനിമയിൽ നിന്ന് നിഷ്കാസിതനാക്കണം, മലയാള സിനിമയിൽ നിന്ന് ഇല്ലാതാക്കണമെന്ന് ഇവർ ധരിച്ച് നടന്ന ഒരാളായിരുന്നല്ലോ ഞാന് ഈ കോമ്പറ്റീഷൻ കമ്മീഷനിൽ പോയിട്ട് അതിനെതിരെ ഒരു വ്യക്തമായ വിധിയും കൊണ്ട് ഞാൻ വന്നതല്ലേ. ഇവരെന്നെ പറ്റി പറഞ്ഞ നുണകളും അല്ലെ പ്രചരിപ്പിച്ചോ ഒന്നും ഒരു കോടതിയുടെ മുമ്പിൽ അവർക്ക് വെക്കാൻ പറ്റത്തില്ല. അതിന് തെളിവും അതിന് സത്യസന്ധമായിരിക്കണമല്ലോ. അവിടെ ഇവർക്ക് ശിക്ഷ വിധിച്ചു. സുപ്രീം കോടതിയിൽ പോയിട്ടും അത് ആ അപ്പീല് തള്ളി. ഇവർക്കൊക്കെ അമ്മയ്ക്ക് 4 ലക്ഷത്തിൽ പരം രൂപയായിരുന്നു ഫെഫ്കയ്ക്ക് ശിക്ഷ. ബി ഉണ്ണികൃഷ്ണൻ എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള എൻ്റെ സുഹൃത്തുകൂടിയായ ഇന്നസെന്റ് ചേട്ടനുണ്ട്. അതൊക്കെ ഞാൻ സ്പോർട്സ് മാൻ സ്പിരിറ്റ് ആയിട്ട് തന്നെ കാണും. കാരണം അദ്ദേഹം അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്നു. അമ്മയുടെ സെക്രട്ടറി ആയിരുന്ന മോഹൻലാൽ എന്ന് എഴുതി കൊടുത്തു. അദ്ദേഹം അല്ല സെക്രട്ടറി, ഇടവേള ബാബുവാണ് കാര്യങ്ങൾ നോക്കുന്നത് എഴുതി കൊടുത്തുകൊണ്ടാണ് ഇടവേള ബാബുവിന്റെ ഫൈൻ ചെറുതായി പോയത്. അല്ലെങ്കിൽ വലിയ ഇവർ ഇൻകം ടാക്സിന്റെ പെർസെന്റേജ് നോക്കിയിട്ടാണ് ഫൈൻ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടോ അത് വലിയ ചർച്ചയായില്ല. ചിലപ്പോൾ അത് ചർച്ചയായിരുന്നെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടെ ഈ 15 അംഗ മറ്റേ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് കുറച്ചൊന്ന് തണുത്തേനെ. പക്ഷെ അന്ന് അത് വിനയന്റെ ഒരു വിനയൻ എന്ന് പറയുന്ന ആളപ്പുറത്തും ഫുൾ ഇൻഡസ്ട്രി ഇപ്പുറത്തുമായിരുന്നപ്പം ചിലപ്പോൾ മീഡിയാസ് പോലും അതിന് കൂടുതൽ പ്രസക്തി കൊടുത്ത് കാണത്തില്ല. പക്ഷെ ഇപ്പോ ഈ ഹേമ കമ്മിറ്റിക്ക് മുമ്പും ഹേമ കമ്മിറ്റിക്ക് ശേഷവും എന്നുള്ളൊരു അവസ്ഥ മലയാള സിനിമയിൽ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ശ്രീ വിനയൻ, ഈ സർക്കാരിന് ഈ വിഷയങ്ങളോടുള്ള സമീപനത്തിൽ താങ്കൾക്കൊരു അവിശ്വാസമുള്ളതായി താങ്കളുടെ എല്ലാ പ്രതികരണങ്ങളും സൂക്ഷ്മമായി ശ്രദ്ധിക്കുമ്പോൾ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ താങ്കൾ പറഞ്ഞു ഇപ്പോൾ മന്ത്രിസഭയിലെ ഒരാൾ ഇതിന്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന വിമർശനം ഉന്നയിച്ചു. ഇപ്പോൾ താങ്കൾ പറയുന്നു സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ സംരക്ഷണയായിരുന്നു രഞ്ജിത്തിന് കിട്ടിയിരുന്നത് എന്ന്. സർക്കാർ പറയുന്നു ഏതെങ്കിലും ഒരു ആരോപണത്തിന്റെ പുറത്ത് ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയില്ല എന്ന്. അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യത്തിലാണെങ്കിലും രഞ്ജിത്തിന്റെ കാര്യത്തിലും ഒക്കെ ആണെങ്കിലും ഈ പവർ ഗ്രൂപ്പിനെ സംരക്ഷിക്കുന്ന ഒരു സമീപനം സർക്കാർ സ്വീകരിക്കുന്നുണ്ട് എന്ന വിമർശനമാണോ ശ്രീ വിനയനുള്ളത്? ഗോപീഷൻ, ഞാൻ എപ്പോഴും തുറന്നു പറയുന്ന ആളാണ്. ഞാൻ ഇടതുപക്ഷ സഹയാത്രികനായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. കഴിഞ്ഞ മിനിസ്ട്രി ഉള്ളപ്പം ഞാൻ ഹോർട്ടികോർപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ ചെയർമാനായിരുന്നു. ഞാനൊരു സ്വതന്ത്ര കലാകാരനാണ്. ഞാൻ ഒരിക്കലും അക്കാര്യത്തിലൊന്നും കള്ളം പറയത്തില്ല. കള്ളം എൻ്റെ വായിന്ന് അറിയാതെ പറഞ്ഞപ്പോഴും ഞാൻ മാപ്പ് ചോദിക്കും.
ഈ ആ, ഈ ഞാൻ എൻ്റെ നിലപാടുകളിൽ നിന്ന് മാറ്റമില്ല. എനിക്കിനി എന്ത് സമ്മാനം തരാന്ന് പറഞ്ഞാലും നിലപാടുകളിൽ നിന്ന് മാറ്റമില്ല. ഞാൻ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു. ഞാൻ ഈ പറയുന്ന ഒരു മന്ത്രി ഉണ്ടെന്ന് പറയാൻ കാര്യം എന്താ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. നടൻ തിലകൻ ചേട്ടൻ വിലക്കിന് സിനിമയിൽ നിന്നുള്ള വിലക്കിന് ശേഷം സീരിയലിൽ അഭിനയിക്കാനായിട്ട് അദ്ദേഹം ചെന്നപ്പം അദ്ദേഹത്തെ വിലക്കിയത് ഒരു നടനാണെന്നും അദ്ദേഹം ആത്മയുടെ പ്രസിഡന്റ് ആണെന്നും അത് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് അഡ്വാൻസ് പിന്നെ അദ്ദേഹത്തിന് കൊടുക്കാൻ വരുന്ന ഒരു നിർമ്മാതാവ് ഇക്കാര്യമൊക്കെ പറയുന്നത്. പക്ഷെ അത് ഞാൻ പറഞ്ഞാൽ ഇവർക്കെതിരെ ഞാൻ പറയുന്ന ഒരു എൻ്റെ ഒരു ദേഷ്യം കൊണ്ട് പറയുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞാണ് ആത്മയ്ക്ക് ഒരൊറ്റ പ്രസിഡന്റ് ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ, അതൊരു നടനാണ്. അപ്പൊ അദ്ദേഹം അന്ന് തൊട്ട് ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാന്ന് പറഞ്ഞ് തെറ്റുണ്ടോ പറ. അതുപോലെ തന്നെ ഈ പറയുന്ന സജി ചെറിയാൻ എന്ന് പറയുന്ന നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ കാര്യത്തിലാണെങ്കിൽ ഞാൻ പറഞ്ഞത് 100% ശരിയല്ലേ. ഒരു 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 ജൂറിയിലുള്ള 2 കമ്മിറ്റി മെമ്പർമാർ ഇതിനേക്കാളും സീരിയസ് ആണത്. ഒരു സർക്കാർ തലത്തിലുള്ള ഒരു വലിയ സംഭവമാണത്. അപ്പോൾ 2 പേര് പറയുന്നു ഞങ്ങൾ ഈ അവാർഡ് നിർണ്ണയിക്കുന്ന സമയത്ത് ഈ ചെയർമാൻ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇന്ന പടം ഒരു ചവറ് പടമാണ് അതിനൊന്നും കൊടുക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു എന്ന് അവർ വെളിപ്പെടുത്തിയാൽ അതിന് ഞാൻ ബഹുമാനായ മുഖ്യമന്ത്രിക്കും സജി ചെറിയാനും ഒരു പരാതി എഴുതി കൊടുത്താൽ അത് ചവറ്റുകൊട്ടയിലിട്ടോണ്ട് വിനയൻ പറയുന്നതിലൊന്നും കാര്യമില്ല, ഇതിഹാസമാണ് ഈ ചെയർമാൻ എന്ന് പറയുന്ന ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രി. അന്ന് ഈ സീനിയറായിട്ടുള്ള അദ്ദേഹത്തിന്റെ സീനിയറായിട്ടുള്ള CPM-ന്റെ നേതാക്കന്മാർ പോലും എന്നോട് വിളിച്ച് എന്നെ സമാശ്വസിപ്പിച്ചിട്ടുണ്ടല്ലോ. സജിയ കാര്യത്തിൽ ഒരു പഠനമൊന്നും ഇല്ലാതെ പറഞ്ഞെന്ന്. ഞാൻ ആ പേര് വെളിപ്പെടുത്തണോ? വേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോ ഈ ബഹുമാനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി സീരിയസ് ആയിട്ട് പല കാര്യങ്ങളും എടുക്കാതെ ഒരു മന്ത്രിയുടെ തലത്തിൽ നിന്ന് ചിന്തിക്കാതെ പല കാര്യങ്ങളും ചെയ്തു എന്നുള്ള ഒരു സത്യമാണ്. ഞാൻ അല്ലാതെ വിനയന്റെ ഒരു ദേഷ്യമൊന്നുമല്ല. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമാണ്. അല്ല ശ്രീ വിനീൻ, അപ്പോഴും എൻ്റെ ചോദ്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞില്ല. സർക്കാരിന് ഈ വിഷയങ്ങളോടുള്ള സമീപനം ആത്മാർത്ഥതയോടുകൂടി അല്ല എന്ന അഭിപ്രായമാണോ ശ്രീ വിനയനുള്ളത്? അല്ല, അങ്ങനെ തോന്നിപ്പോകുന്ന ചില സിറ്റുവേഷൻ ഉണ്ടായാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇപ്പം ഞാൻ CM-ന് കൊടുത്ത പരാതി അദ്ദേഹം എന്തുകൊണ്ടത് സജി ചെറിയാന് കൊടുത്തെങ്കിലും അതിനകത്തൊരു ഒരു ഒരു അദ്ദേഹത്തിൻ്റെതായ ഒരു സൂപ്പർവിഷൻ വന്നില്ല എന്ന് എനിക്കൊരു പരാതിയുണ്ട്. ഇപ്പൊ തന്നെ ഈ രഞ്ജിത്തിന്റെ അവാർഡിനെ പറ്റി വന്നപ്പം സജി ചെറിയാൻ പറഞ്ഞത് ഇടതുപക്ഷത്തിന് ദോഷം ചെയ്യുന്ന രീതിയിലായിരുന്നല്ലോ. ഇപ്പോൾ അദ്ദേഹം രാജിവെച്ചു, അത് നേരെയായി. സത്യത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങളും ഉണ്ടല്ലോ. കാരണം ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെച്ചത് ഈ സർക്കാരാണ്. അതൊരു വിപ്ലവകരമായ കാര്യമായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം ഇതിന്റെ ഒക്കെ തുടക്കം ശ്രീ ഗോപികൃഷ്ണൻ ഈ സിനിമാക്കാർ വലിയ കുഴപ്പക്കാരാണെന്ന് തോന്നിക്കത്തക്ക രീതിയിൽ പൊതുജനത്തിന്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ നമുക്കറിയാലോ ഇത്തരം ആരോപണങ്ങളും പ്രശ്നങ്ങളും അറസ്റ്റുകളും ഒക്കെ പല വിഭാഗങ്ങളിലും ഉണ്ടാകാറുണ്ട്. പക്ഷേ ആ 6-7 വർഷങ്ങൾക്ക് മുമ്പാണല്ലോ ഒരു സ്ട്രീറ്റിൽ നിന്ന് ഒരു നടിയെ ആക്രമിക്കുകയും അതിന്റെ വീഡിയോ പകർത്തി പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു അതിക്രൂരമായ സംഭവമാണ് സത്യത്തിൽ ഈ മറ്റുള്ളവരെയൊക്കെ അപേക്ഷിച്ച് സിനിമയ്ക്കകത്ത് വലിയൊരു ഒരു മാഫിയ ക്രിമിനൽ സംഘം എന്നൊരു തോന്നൽ ജനത്തിനുണ്ടായത്. അതിനെതിരെ നടപടിയൊക്കെ സർക്കാർ എന്ന് കർശനമായിട്ട് എടുത്തല്ലോ. അതൊന്നും ഞാനില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് അത് സർക്കാരിൽ ചില ആൾക്കാർ കാണിക്കുന്ന ചില സ്വാർത്ഥതയും അവരുടെ ചില വീണ്ടും വിചാരമില്ലായ്മയുമാണ് ഇടതുപക്ഷത്തിനുണ്ടാകുന്ന ചെറിയ അപജയങ്ങൾക്ക് കാരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ വിനീൻ, ഒരു കാര്യം കൂടി, അതായത് സ്ത്രീകൾ ഇത്തരം ലൈംഗിക ആരോപണങ്ങളോ അതല്ലെങ്കിൽ സമാനമായ അപമര്യാദയെ പെരുമാറി എന്ന് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളോ ഒരു പൊസിഷനിലിരിക്കുന്ന ആളുകൾക്കെതിരെ ഉന്നയിക്കുമ്പോൾ അവർ ഇതിലെ അന്വേഷണമൊക്കെ വരുന്നതിന് മുൻപ് തന്നെ രാജിവെക്കുക എന്നതാണോ ധാർമ്മികതയുടെ പേരിലുള്ള മാതൃകാപരമായ നടപടി? അല്ല, അത് തീർച്ചയായിട്ടും ആരോപണം വരുമ്പോൾ ഇപ്പം അക്ബറിനെതിരെ എനിക്ക് തോന്നുന്നു കേന്ദ്രമന്ത്രി അക്ബറിനെതിരെ ഒരു മീറ്റു ആരോപണം കൊണ്ടുവന്നപ്പം അദ്ദേഹം ഉടനെ രാജിവെക്കണമെന്ന് പറഞ്ഞ CPM അല്ലേ? അതിനകത്ത് CPM-ന്റെ ഒരു നയമുണ്ട്. കാരണം വലിയൊരു പൊസിഷനിലിരിക്കുന്ന ഒരാൾക്കെതിരെ അദ്ദേഹം വെളിയിൽ നിന്നിട്ട് അതല്ലാന്ന് തെളിയിച്ചിട്ട് വരണം. അങ്ങനെ ആയിരുന്നല്ലോ CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ പോലും അന്ന് പറഞ്ഞത്. അത്തരം കാര്യങ്ങൾ ഒരിടത്ത് പറയുമ്പം വേറൊരു സ്ഥലത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തെറ്റായിട്ട് വരും. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് സർക്കാരിന്റെ നിലപാടിന് എതിരാണ് താങ്കൾ. അപ്പോൾ സർക്കാർ പറയുന്നത് അങ്ങനെ ആരെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ രാജിവെക്കേണ്ടതല്ലോ, അത് അന്വേഷിക്കുകയും കണ്ടെത്തുകയും വേണ്ടേ എന്നാണ് സാംസ്കാരിക മന്ത്രി തന്നെ ഇന്നലെ പറഞ്ഞത്. തെറ്റുകൾ ചെയ്യാത്തവരുണ്ടോ എന്നൊക്കെയാണല്ലോ അദ്ദേഹം ചോദിച്ചത്. അതിനെ എതിർക്കുമ്പോഴാണ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് അതിന്റെ ഉദാഹരണ സഹിതം പറയുന്നത്. ഗോപികൃഷ്ണൻ അറിയാമല്ലോ, അക്ബർ എന്ന് പറയുന്ന മന്ത്രിക്കെതിരെ ഉണ്ടായൊരു മീറ്റു ആരോപണം അറിയാമല്ലോ, കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അറിയാം. അത് വന്നപ്പം ആദ്യം എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ബഹുമാനായ സീതാറാം യെച്ചൂരിയാണ് അതിനെതിരെ ഉള്ള ഒരു ഫസ്റ്റ് ബൈറ്റ് കൊടുത്തത്.
അപ്പം ഞാൻ പറയുന്നത് തെറ്റാണോ? അപ്പൊ അങ്ങനെ പറയുന്ന പാർട്ടിയുടെ നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയിൽ ഒരാളെ സംരക്ഷിക്കാനായിട്ട് മനഃപൂർവ്വം വേറൊരാൾ സംസാരിക്കുമ്പം എന്നെ കണക്കുള്ളവർ എന്തിനാണ് അയാളുടെ കൂടെ പോണത്? അയാൾ പറയുന്നത് തെറ്റാണെന്ന് തന്നെ പറയണ്ടേ? അല്ലെ പിന്നെ എന്ത് വിനയനാണെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. അത്രേ ഉള്ളൂ. ആ ശ്രീ വിനയൻ, എന്നോടൊപ്പം വിജയകുമാർ കൂടിയുണ്ട്. വിജയൻ എന്തൊരു ചോദ്യം താങ്കളോട് ചോദിക്കാനുണ്ട്? വിജയൻ. ശ്രീ വിനയൻ, ഇന്നലെ ഇപ്പോൾ ബൃന്ദ കാരാട്ടിന്റെ ഒരു പ്രതികരണം കണ്ടു. അപ്പോൾ ഹേമ കമ്മിറ്റിയാണ്, അതൊരു കമ്മീഷൻ അല്ല. അതുപോലെ ആ കമ്മിറ്റി എന്തെങ്കിലും ഒരു ശുപാർശ, ഇത് കേസെടുക്കണം, നിയമ നടപടി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാണ് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ ബൃന്ദ കാരാട്ട് പ്രതികരിച്ചത്. ഇപ്പോൾ കേരളത്തിലെ വനിതാ മന്ത്രിമാർ, ഇപ്പോൾ വീണ ജോർജ്, ഡോക്ടർ ആർ ബിന്ദു, ഇവരൊക്കെ ഈ വിഷയങ്ങളിൽ എന്താണ് സമ്പൂർണ്ണ മൗനമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു അഴകുഴമ്പൻ സമീപനമാണ് സ്വീകരിച്ചത്. അപ്പോൾ ഈ ചലച്ചിത്ര മേഖലയിലെ സംഘടനകൾ ഇത്ര ഒരു അധികാര കേന്ദ്രമായി മാറുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഇതൊരു വോട്ട് ബാങ്ക് ഒന്നുമല്ല. ഇപ്പോൾ താരസംഘടന അമ്മ അതൊരു വോട്ട് ബാങ്ക് ഒന്നുമല്ല. ഇപ്പോൾ ഫെഫ്ക അതല്ലെങ്കിൽ ഫിയോക് ഇതൊന്നും ഒരു വോട്ട് ബാങ്ക് ഒന്നുമല്ല. അപ്പോൾ ഇതിലൂടെ ആളുകൾ കടന്നു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് ഈ ഭരണ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് CPM പോലൊരു വലിയ പാർട്ടി ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ അതിനോട് സമ്പൂർണ്ണ മൗനം പാലിക്കുന്നത്? അങ്ങേയറ്റം വഷളായി കഴിയുമ്പോൾ ഇപ്പോൾ ആനി രാജ പറയുകയായിരുന്നു, ഇന്ന് രാജി എപ്പോഴേ ഉണ്ടാകേണ്ടതാണ്, ഇത്രയും വൈകിപ്പിച്ചത് എന്തിനാണ്? അപ്പോൾ അങ്ങേയറ്റം വഷളായ ശേഷം മാത്രം രാജി എന്ന നിലയിലേക്കൊക്കെ എത്തുന്നത് എന്തുകൊണ്ടായിരിക്കും? താങ്കളുടെ അനുഭവത്തിൽ എന്തായിരിക്കും അതിന് കാരണം? അതൊരു വീണ്ടും വിചാരമില്ലായ്മ തന്നെയാണ് വിജയകുമാർ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതൊക്കെ ജനം കാണുന്നുണ്ടെന്നും പണ്ടത്തെ കാലമല്ല, ഇത് അപ്പോഴപ്പം നിങ്ങളെ കണക്കുള്ള മീഡിയാസ് ഇതെല്ലാം എടുത്ത് വലിയ റെക്കോർഡുകളാക്കുന്നുണ്ടെന്നും നിങ്ങൾ അതിൻ്റെ ഒരിക്കൽ പറയുന്നതും മറിച്ച് വേറൊരു സമയത്ത് പറയുന്നതും ഒക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമെന്നും ഒക്കെ ഇവർ ചിന്തിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ബൃന്ദ കാരാട്ട് എന്ത് സാഹചര്യത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ശക്തമായിട്ട് നിലപാടെടുക്കുകയും ആരുടെയും മുഖത്ത് നോക്കാതെ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരു സംഘടനയായിരുന്നു CPM. അവർ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളത് ചോദിച്ചാൽ എനിക്കത് അറിയില്ല. ഏതായാലും ഈ ഈ ഈ രീതിയിൽ ഉള്ള പ്രതികരണങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ മൗനമായിട്ടിരിക്കുന്നതോ ഒക്കെ ഗുണം ചെയ്യില്ല എന്നുള്ള സത്യമാണ്. സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ മായിക ലോകമാണ്, വിജയകുമാർക്ക് അറിയാലോ. അതാണ് അതിന്റെ വേറൊരു സത്യം. അതിന്റെ ഗ്ലാമറും അതിന്റെ ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന വോട്ട് ബാങ്ക് അല്ലെന്ന് പറഞ്ഞാൽ കൂടി വലിയൊരു ഫാൻസ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലോ. വിജയകുമാറിന് അറിയാമെന്ന് തോന്നുന്നു. എൻ്റെ ഒരു ഫൈറ്റ് സമയത്തൊക്കെ നമ്മൾ ഒത്തിരി സംസാരിച്ചിട്ടുള്ളതാണ്. ഈ വി ഹേറ്റ് വിനയൻ എന്നൊക്കെ പറഞ്ഞ് പണ്ട് ഓർക്കുട്ടിൽ ഇവർ ഭയങ്കര ഫാൻസ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എനിക്കെതിരെ. അതായത് അങ്ങ് നിലംപരിശാഖ എൻ്റെ വാസന്തി ലക്ഷ്മിക്ക് എന്തോ അവാർഡ് കിട്ടിയ സമയത്ത് ഞാൻ പോലും അറിയാത്ത രീതിയിൽ ആ സമയത്ത് എന്താണ് വാനപ്രസ്ഥത്തിന്റെ അവാർഡായിരുന്നു ഓപ്പോസിറ്റ് വന്നത്. അതിനായിരുന്നു അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ മണി എന്ന് പറയുന്ന കലാകാരൻ ഒരു തെങ്ങുകയറ്റ തൊഴിലാളിയായിട്ട് ആർട്ടിഫിഷ്യൽ ഡ്രൈവറായിട്ട് വന്നതാണ്. അയാൾക്ക് പിന്നെ ഒരു അവാർഡ് കിട്ടത്തില്ല. അതുകൊണ്ട് ഇത് അയാൾക്ക് കിട്ടിയാൽ വലിയ സന്തോഷമായിരുന്നെന്ന് ഞാനത് പറഞ്ഞുപോയി. അപ്പോൾ അതിനെതിരെ ഒരു ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. കാരണം അപ്പോൾ അങ്ങനെയുണ്ട്. ഈ ഫാൻ ബേസ് ഒക്കെ കണ്ടിട്ടാണോ ഇനി ഇവരുടെ ഒരു മനസ്സിന്റെ മാറ്റം? അല്ലെങ്കിൽ വലിയ നമ്മൾ പറയത്തില്ലേ, ഇപ്പോൾ ഒരു തട്ടുകടക്കാരനും അല്ലെങ്കിൽ അംബാനിയും തമ്മിൽ ഒരു നീതിയുടെ മുന്നിൽ ഒരുപോലല്ലേ? ഈ അംബാനി ഭയങ്കര ടാക്സ് തരുന്നുണ്ട്, അല്ലെ നമുക്ക് ഭയങ്കര ഡൊണേഷൻ തരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോടതിക്ക് ഈ തട്ടുകടക്കാരൻ കൊടുക്കുന്ന ഒരു അപേക്ഷയും അംബാനിയുടെ അപേക്ഷയും രണ്ടായിട്ട് കാണാൻ പറ്റുമോ? അദ്ദേഹം നമ്മുടെ സമൂഹത്തിന് വേണ്ടതാണ്, എത്രയോ കോടികളാണ് ഒരു വർഷം ടാക്സ് തരുന്നത്, ഈ തട്ടുകടക്കാരൻ എന്ത് തരാനാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിധിക്കുന്നു എന്ന് കോടതിക്ക് പറയാൻ പറ്റുമോ? അപ്പം ഈ മായിക ലോകത്തെ ഗ്ലാമറും സാമ്പത്തികവും ഒക്കെ തന്നെ അവരെ അവരുടെ മുന്നിലൊന്ന് കണ്ണടച്ച് നിൽക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. സത്യമാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ വിനയൻ, താങ്കൾ പ്രതികരിച്ചതിന്. സംവിധായകൻ വിനയനാണ് നമ്മളോട് പ്രതികരിച്ചത്. ഏതായാലും രണ്ട് പ്രധാനപ്പെട്ട രാജികൾ ഇന്നുണ്ടായിരിക്കുന്നു. ഒന്ന്, ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ പദവി സംവിധായകൻ രഞ്ജിത്തിന് ഒഴിയേണ്ടി വന്നിരിക്കുന്നു. ബംഗാളി നടി ശ്രീലേഖ മിത്ര തന്നോട് അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണം ഉന്നയിച്ചതിനെ തുടർന്നാണ് രഞ്ജിത്തിന് മേൽ സമ്മർദ്ദമേറിയതും രാജിവെക്കേണ്ടി വന്നതും. അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖിന് നഷ്ടമായത് യുവനടിയുടെ പീഡന ആരോപണം ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ്. നടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായ ആളുകൾക്ക് അവകാശമില്ല. അതിന് മാതൃകയാവുകയാണ് ഇത്തരക്കാർ ചെയ്യേണ്ടത് എന്നാണ് സംവിധായകൻ വിനയൻ അല്പം മുൻപ് പറഞ്ഞത്. സർക്കാരിൻ്റെ ചില കാര്യങ്ങളിലുള്ള സമീപനത്തോട് തനിക്ക് യോജിപ്പില്ല എന്നും വിനയൻ അല്പം മുൻപ് 24-നോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞു.